ഹലോ ഗൈസ്, രാവിലെ നമ്മൾ ഭാഗ്യ ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊറോട്ട കഴിച്ചു. അപ്പോൾ നേരിട്ട് വീഡിയോ എടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രാവിലെ ക്ലാസ് എത്തിയ വഴി ഇതൊക്കെയാണ് പരിപാടി. നമ്മൾ കമ്പൈൻ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ദേ രണ്ടര എന്നെ നോക്കി പേടി. ക്ലാസ് തുടങ്ങി. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് നോട്ട് എഴുതാനുണ്ടായിരുന്നു. ഇതാണ് ഇന്ന് എനിക്ക് ഏറ്റവും വിഷമം വന്നൊരു കാര്യം. എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ ചെറിയൊരു സങ്കടമുണ്ട്. ക്രിസ്ത്യൻ റൂമിലായിരുന്നു, എൻ്റെ ക്ലാസ്സിലായിരുന്നു, പക്ഷെ അവൻ GD മാറി. കുഴപ്പമില്ല, പോട്ടെ. പെണ്ണില്ലാത്ത ഇവനെട്ടുള്ളൻ എൻ്റെ കയ്യിൽ വേറെ വഴിയൊന്നുമില്ല. ക്ഷമിക്കളിയാ എന്നോട്. ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരോടും ഒന്ന് പുറത്തു പോയിട്ട് വന്നു. തിരിച്ചെത്തി നമ്മളും ബെഞ്ചിൽ ഒരു ട്രാക്ക് സെറ്റ്. സംഭവം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രനിലേക്ക് റോക്കറ്റ് ഇട്ടൊരു സന്തോഷം. കൺസ്ട്രക്ഷൻ ചെയ്യാൻ എന്നെ സഹായിച്ച പാർട്ട്നേഴ്സ് ഉടനെ കാണിച്ചു. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ നമ്മൾ ഫുഡും കഴിച്ച് അടുത്ത ലെക്ചർ അറ്റൻഡ് ചെയ്യാനെത്തി. ഇത് കണ്ട കെസിയ നമ്മുടെ കമ്പൈൻ ക്ലാസ്സിലുള്ളതാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേസമയം അപ്പുറത്ത് നട്ടസിക്കുന്ന ആരെയും ഭാവം കൊണ്ട് അമ്മാനാടുന്ന ഭാഗ്യം നമുക്ക് കാണാം. അടുത്ത ലെക്ചർ തുടങ്ങി. ഇന്നാണെങ്കിൽ എഴുതി ഒരു പരിവ്. ക്ലാസിന്റെ ഇടയ്ക്ക് ദേവട്ടെ രണ്ടും കൂടി ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് ഇടയ്ക്ക് ഒരു ഭാവം കാണാം. എന്തൊരു അഭിനയം. ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടി ബേക്കറി കിൻഡർ ജോയ് മേടിക്കാൻ കടയിൽ പോകണമെന്നില്ല. നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കിൻഡർ ജോയ് തലയുള്ള ആര്യ. ജിഫിനത്തിന്റെ അക്ഷയുടെയും ജോയാന്റെയും ഒരുമിച്ച് നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ക്ലാസ്സിലെത്തി കേക്ക് കട്ടിയും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു. സുധിന്റെ ടെൻഷോട്ടിന്റെ ബാക്കി ഷൂട്ട് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ ചായ കുടിക്കാൻ. ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടായിരുന്നു. ചായ കുടി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. രാത്രി ആയപ്പോൾ നമ്മൾ ഭാഗ്യയിൽ പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോണ്ട് വിനായകനെ കണ്ടു. അതിന്റെ പുറകെ കോലുമിഠായും കൊണ്ട് ഏബലും. പിന്നെ അഭിജിത്ത് വന്നു. അഭിജിത്ത് ബസ്കട്ടൊക്കെ അടിച്ച് ബേബിജി മൂട് പിടിച്ചിട്ടോ. പിന്നെ നമ്മളെല്ലാവരോടും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ വീട്ടിലെത്തി. കുറച്ച് കഴിഞ്ഞ് തങ്കപ്പാണ്ടി എത്തി. നമ്മൾ കുറച്ചു നേരം വിശേഷം പറഞ്ഞിരുന്നു. ഇന്നത്തേക്ക് അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.